വചനത്തിൽ പറയുന്ന ആദ്യത്തെ പാവം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ദൈവം അരുതെന്ന് പറഞ്ഞ ആ വൃക്ഷത്തിൽ നിന്ന് കഴിച്ചതല്ല. അല്ല, അത് രണ്ടാമത്തേതാണ്. ദൈവവചനത്തിൽ പറയുന്ന ആദ്യത്തെ പാവം ഏതാണ്? അത് പിശാച് ഒരു കള്ളം പറയുന്നതാണ്. ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നീ മരിക്കയില്ല എന്ന് ഹവ്വയോട് പറയുന്നതാണ്. അതാണ് ഒന്നാമത്തെ പാവം. അതിനുശേഷം ഹവ്വ രണ്ടാമത്തെ പാപം ചെയ്തു, ആ ഫലം കഴിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയുന്ന ഒന്നാമത്തെ പാപം അത് കള്ളം പറയുന്നതാണ്. നിങ്ങൾക്കറിയാം വേദപുസ്തകത്തിൽ പറയുന്ന അവസാനത്തെ പാപം ഏതാണെന്ന്? ഞാൻ നിങ്ങളെ കാണിക്കുമെന്ന് നിങ്ങൾ ഓർക്കും. വെളിപാട് പുസ്തകം 22-ന്റെ 15-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഭോഷ്ക് പറയുക. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ഒന്നാമതും അവസാനവും പറയുന്ന പാവം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഭോഷ്ക് പറയുന്നതാണ്, സത്യസന്ധനല്ലാതിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ മാതാപിതാക്കളോട് പറയുന്നത്, നമ്മുടെ മക്കളെ നാം പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യസന്ധരായിരിക്കുക എന്നുള്ളതാണ്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു, സാരമില്ല, സത്യസന്ധരായിരിക്കുക. അവർക്ക് കണക്കും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പിന്നീട് പഠിക്കാം. എന്നാൽ ഒന്നാമത് സത്യസന്ധതയാണ്. നിങ്ങളുടെ ഒന്നാമത്തെ താല്പര്യം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കെമിസ്ട്രിക്കും ബയോളജിക്കും കണക്കിനും ഒക്കെ നല്ല മാർക്ക് മേടിക്കുന്നതാണെങ്കിൽ അവർക്ക് സത്യസന്ധതയ്ക്ക് 100% മാർക്ക് കിട്ടുന്നതല്ല എങ്കിൽ ഞാനിപ്പോൾ തന്നെ പറയാം, നിങ്ങൾക്ക് നല്ല മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല. ആ കുഞ്ഞ് നശിച്ചു പോകാനിടയാവും. അവർ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവരെ പഠിപ്പിക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾ 1 വയസ്സുള്ളപ്പോൾ തന്നെ അവർ സത്യസന്ധരായിരിക്കാൻ ഞാൻ പറയുമായിരുന്നു. നിങ്ങൾ സത്യമേ സംസാരിക്കാവൂ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്ന സത്യസന്ധതയില്ലാത്തത് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്നപ്പം ഏറ്റവും ഗൗരവമായിട്ട് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് സത്യസന്ധരായിരിക്കുക. ദൈവവചനത്തിൽ ഞാൻ കാണുന്നത് യേശു സത്യസന്ധരെ വളരെയധികം മാനിക്കുന്നത് ഞാൻ കാണുന്നു. എല്ലാം ഞാൻ എടുത്തു കാണിക്കുന്നില്ല. യോഹന്നാൻ 4-ൽ ശമരിയക്കാരി സ്ത്രീയെക്കുറിച്ച് യേശു പറയുന്നു. യേശു പരിശുദ്ധാത്മാവിലാണ് അവിടേക്ക് പോകുന്നത്. നീ ശമരിയ ചെന്ന് ആ കിണറിൻ്റെ കരയിലിരിക്കുക. പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകുന്ന അത്ര അത്ഭുതകരമാണ്. എന്തിനാണെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ആ സ്ത്രീ അവിടെ വരുന്നു. നിങ്ങൾ ഇന്ത്യയിലാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ഗ്രാമത്തിൽ പാർക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കലും വെള്ളം കോരാനായിട്ട് ഉച്ചസമയത്ത് കിണറ്റ് കരയെ വരികയില്ല. വെള്ളം കോരാനായിട്ട് സാധാരണ അധികാലത്തെയാണ് അവർ കിണറ്റുകരയിലേക്ക് പോകുന്നത്. അവരുടെ വീട്ടിലവർക്ക് പൈപ്പില്ല. അവരൊരു കുടമോ ബക്കറ്റും കൊണ്ട് ആ കിണറ്റുകരയിലേക്ക് പോകും. ആ വെള്ളമൊക്കെ കോരി നിറച്ചുകൊണ്ട് അവർ വീട്ടിൽ പോകും. ഉച്ച സമയത്ത് എന്തുകൊണ്ടാണ് ആ സ്ത്രീ കിണറ്റിൻ്റെ കരയിലേക്ക് വന്നത്? കാരണം മറ്റുള്ളവരൊക്കെ അവളെ കളിയാക്കാനായിട്ട് അവൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല. അവരവളെ ചൂണ്ടിക്കൊണ്ട് പറയൂ, ഇവൾ 5 പ്രാവശ്യം വിവാഹമോചിതയാണ്, നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇവൾ ആരോടുകൂടെയാണ് താമസിക്കുന്നതെന്ന്. അവളത് കേൾക്കാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആ ഉച്ച സമയത്ത് യേശുവിനെ ആ കിണറ്റുകരയിലേക്ക് നടത്തി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയാണ്, കർത്താവ് എന്നെ ഇതുപോലെ നീ നടത്തണേ. ഒരാളെ ക്രിസ്തുവിങ്കിലേക്ക് നടത്താൻ ഇതുപോലെ അങ്ങേ എന്നെയും വിവിധ സ്ഥലങ്ങളിലേക്ക് നടത്തുമാറാകണേ. അങ്ങനെ അവിടുത്തെ സഭ അവിടെ പണിയപ്പെടും. ഇതുപോലെയുള്ള അത്ഭുതകരമായ അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലുള്ള മിക്ക സഭകളും സ്ഥാപിക്കപ്പെട്ടത് അങ്ങനെയാണ്. ദൈവം എന്നെ ഒരു സ്ഥലത്തേക്ക് നടത്തി മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ പോകാതെ. ഈ സ്വഭാവം നിങ്ങൾ വളർത്തിയെടുക്കണം. കർത്താവെ അവിടെ തന്നെ നടത്തണേ. അവനവിടെ ചെന്ന് ആ സ്ത്രീയോട് ചോദിച്ചു, നിനക്ക് ഒരു ഭർത്താവുണ്ടോ? ഇല്ല, എനിക്ക് ഭർത്താവില്ല. യേശു പറഞ്ഞു, എനിക്കറിയാം, ഇപ്പം നിൻ്റെ കൂടെ ഉള്ളത് നിൻ്റെ ഭർത്താവല്ല. അവൾക്ക് യേശുവിനോട് ഭോഷ്ക് പറയാമായിരുന്നു. അവൾക്ക് പറയാമായിരുന്നു, ഞാൻ 5 പ്രാവശ്യം വിവാഹമോചനം ചെയ്തു, 6ാമത് ഒരാളെ വിവാഹം കഴിച്ചു. അവർ ശരിയായല്ല വിവാഹം കഴിച്ചെന്ന് യേശുവിന് എങ്ങനെ അറിയാൻ കഴിയുമായിരുന്നു? മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവും? മറ്റൊരു പട്ടണത്തിൽ നിന്ന് വന്ന് ഇവിടെ ജീവിക്കുന്ന ഈ 2 പേര് അവർ വിവാഹിതരാണോ അല്ലയോ അവർക്കറിയില്ല. എന്നാൽ അവൾ സത്യസന്ധയായിരുന്നു. യേശു അവളോട് പറഞ്ഞു, ഇപ്പം നീ ആരുടെ കൂടെ താമസിക്കുന്നോ അവൻ നിൻ്റെ യഥാർത്ഥ ഭർത്താവല്ല. അവിടെ ആ സത്യസന്ധത കാരണം. നിങ്ങൾക്കറിയാമോ, യേശു അവൾക്ക് ദൈവവചനത്തിൽ നാം കാണുന്ന ഏറ്റവും അത്ഭുതകരമായ ഒരു വെളിപാട് അവൾക്ക് കൊടുത്തു. യോഹന്നാൻ 4-ൽ പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമായിരിക്കണം ആരാധിക്കേണ്ടത്. ദൈവം ആത്മാവാകുന്നു. ആ വചനം എന്നെ വളരെയധികം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഞാൻ എൻ്റെ ജഡത്തിൽ ആരാധിക്കരുത്. ഇന്ന് നിങ്ങൾ കാണുന്ന ധാരാളം ആരാധനകൾ അവർ ആരാധിക്കുന്നത് ജഡത്തിൻ്റെ തലത്തിലാണ്. അത് മനസ്സും വികാരവും ആവേശമാണ്. ദൈവത്തിനത് വേണ്ട. എനിക്ക് എവിടുന്ന് അത് കിട്ടിയത്? ആ ശമരിയക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞാണ്. ദേഹിയിൽ ആരാധിക്കുന്ന ആളുകളെ അല്ല ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിലെ ആരാധനയാണത്. ആവേശത്തോടെ കൈയടിച്ച്
ഡ്രം അടിച്ച് കാഹളമൂതി വാദ്യഘോഷത്തോടെ അങ്ങനെയല്ല. ആത്മാവിലാണ് അവനെ ആരാധിക്കേണ്ടത്. പൂർണ്ണമായിട്ടും ഞാൻ സത്യസന്ധനായെങ്കിൽ മാത്രമേ എനിക്ക് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിന് സംഗീത ഉപകരണങ്ങളുടെയോ ഡ്രമ്മിൻ്റെയോ അതുപോലുള്ള ഒരു കാര്യത്തിൻ്റെയോ ആവശ്യമില്ല. എനിക്ക് വേണ്ടി സത്യസന്ധതയാണ്. ഈ സ്ത്രീ, അവൾക്ക് ഈ വെളിപാട് കിട്ടിയത് അവൾ സത്യസന്ധയായതുകൊണ്ടാണ്. ലൂക്കോസ് 19 പറയുന്ന മറ്റൊരു ഉദാഹരണം എടുത്തേ. ഇവളൊരു സാധുവായ സ്ത്രീയാണ്. യേശു സാധുക്കളെ മാത്രമേ സഹായിക്കുള്ളൂ. ചിലരങ്ങനെയാണ് ചിന്തിക്കുന്നത്. ധനികനായ ഭാവിയെ അവൻ കരുതും. എരിഹോവിലുള്ള സക്കായി എന്ന് പേരുള്ള മനുഷ്യൻ വളരെ ധനികനായിരുന്നു. അവനെയും ദൈവം കരുതി. സാധുക്കളെ മാത്രമേ ദൈവം കരുതൂ എന്ന് ചിന്തിക്കരുത്. ചിലർ പറയും ദരിദ്രനെ ദൈവം സഹായിക്കും. ശരിയാണ്, എന്നാൽ അവൻ സമ്പന്നരെയും കരുതും. അവൻ വന്ന ദരിദ്രർക്ക് വേണ്ടിയോ ധനവാന്മാർക്ക് വേണ്ടിയോ അല്ല, പാപികൾക്ക് വേണ്ടിയാണ്. ധനവാന്മാർക്കിടയിലും പാപികളായിട്ടുള്ള ആളുകളുണ്ട്. അവരെയും രക്ഷിക്കാനാണ് അവൻ വന്നത്. സാധുവായ ശമരിയാക്കാരി സ്ത്രീയോ അല്ലെങ്കിൽ ധനികനായ ആ സക്കായിയോ, അവനെയും രക്ഷിക്കാനാണ് യേശു ക്രിസ്തു വന്നത്. ആ സക്കായിലേക്ക് യേശുവിനെ അടുപ്പിച്ച കാര്യം എന്തായിരുന്നു? അവൻ സത്യസന്ധനായിരുന്നു. പിന്നെയും സത്യസന്ധത. കർത്താവെ, ഞാൻ ആളുകളെ വഞ്ചിച്ചു, എനിക്കത് മടക്കി കൊടുക്കണം. ഞാൻ മടക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അവരിന്ന് വഞ്ചിച്ചെടുത്ത് മാത്രമല്ല, അതിൻ്റെ പലിശയും. ചുങ്കക്കാരനായി അവനറിയാം, നിങ്ങളുടെ പണം നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ പലിശ കൂടാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെ അവൻ അതിൻ്റെ പലിശ കണക്ക് കൂട്ടി അതിൻ്റെ കൂടെ കുറച്ചുകൂടെ പിന്നെയും കൂട്ടി അത് കൊടുത്തു. ഞാൻ വഞ്ചിച്ചെടുത്ത ചില ആളുകൾ, അവരിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, അവരുടെ അഡ്രസ്സ് എനിക്കറിയില്ല, എന്നാൽ അത് വെക്കാൻ എനിക്ക് കഴിയില്ല. ഞാനത് സാധുക്കൾക്ക് കൊടുക്കും. അവൻ്റെ ആ ആഴമായ സത്യസന്ധത. അവന് വേണേ പറയാമായിരുന്നു, അവരെവിടാന്നറിയില്ല, പിന്നെ എങ്ങനെ കൊടുക്കും, ഞാനത് സൂക്ഷിക്കും. അവരെവിടാന്നറിയില്ലല്ലോ, ഇല്ല, എനിക്കത് വേണ്ട. അതാണ് സത്യസന്ധത. അതെനിക്ക് കൊടുത്തേ പറ്റൂ. അതെൻ്റെ അക്കൗണ്ടിലിരിക്കാൻ പാടില്ല. അത് നീതിയോടെ സമ്പാദിച്ച പണമല്ല. സക്കായിയോട് പറഞ്ഞ ഈ അത്ഭുതകരമായ കാര്യം യേശു തൻ്റെ ജീവിതത്തിൽ ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ. ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാൽ ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു. മറ്റാരെക്കുറിച്ച് ഒരിക്കലും അവന് പ്രകാരം പറഞ്ഞിട്ടില്ല. അവനിത് പറഞ്ഞത് സക്കായി ആ പണം തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പാണ്. ഒരുപക്ഷെ പല വർഷങ്ങളോ മാസങ്ങളോ അവനെടുത്ത് കാണും അത് മടക്കി കൊടുക്കാൻ. എന്നാൽ അവൻ രക്ഷ കിട്ടിയെന്ന് യേശു പറഞ്ഞു. ഇതിന് ഞാൻ പഠിച്ചത് ഈ 2 ഉദാഹരണങ്ങളിൽ നിന്ന്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിച്ചാൽ ദൈവവചനത്തിൻ്റെ പല ഭാഗത്തും യേശു ക്രിസ്തു സത്യസന്ധതയെ അഭിനന്ദിക്കുന്നത് കാണാം. കാരണം ഫോഷ്കാണ് അതിനെതിരായിട്ടുള്ള കാര്യം. ഇത് നമുക്ക് ഒത്തിരി ആശ്വാസം തരുന്നതല്ലേ? ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? വെളിച്ചത്തിൽ നടക്കുക. പ്രിയ സഹോദര സഹോദരി, ഇന്നു മുതൽ ഈ വർഷം മുഴുവനും ഇപ്രകാരം തീരുമാനിക്കുക: നിഷ്കരണം ഞാൻ സത്യസന്ധനായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ സത്യസന്ധത നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന വരും. സത്യസന്ധരായിരിക്കുക. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ സത്യസന്ധരായിരിക്കുക. സത്യം സംസാരിക്കുക. നിങ്ങൾ തെറ്റായ ഒരു കാര്യം ചെയ്തെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ചെയ്തു പോയി എന്ന് പറയുക. നിങ്ങളുടെ കഴിഞ്ഞകാല പാപത്തെ ഏറ്റു പറയാനല്ല ഞാൻ പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട പാപങ്ങൾ നിങ്ങൾ ഒരിക്കലും ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യന് മുമ്പിലും പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത്, നാളെ നിങ്ങളൊരു പാപം ചെയ്താൽ അത് സത്യസന്ധനായിരിക്കുക. 5 കൊല്ലം മുമ്പത്തെ കാര്യമല്ല ഞാൻ പറയുന്നു. ഞാൻ പറയുന്ന ദിനം പ്രതി സത്യസന്ധരായിരിക്കുക എന്നാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് സത്യസന്ധരായിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് തെറ്റായിട്ടൊരു കാര്യം സംസാരിച്ചാൽ പറയുക, ക്ഷമിക്കണം, ഞാൻ അങ്ങനെ സംസാരിച്ചാൽ ശരിയായില്ല. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹൃദയം നിങ്ങളിലേക്ക് ചേർന്ന് വരും. അതുകൊണ്ട് ഇതേപ്പറ്റി സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ കഴിഞ്ഞകാല പാവങ്ങൾ സകലതും മായ്ക്കപ്പെടാനും അവനോടുള്ള കൂട്ടായ്മയിൽ എല്ലാ ദിവസവും നടക്കാനും അവൻ വെച്ചിട്ടുള്ള ഒരേ ഒരു വ്യവസ്ഥ ഇതാണ്: സമ്പൂർണമായി നിങ്ങൾ ദൈവത്തോട് സത്യസന്ധരായിരിക്കുക. ആമേൻ.